മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പെന്റഗണിനെയും വൈറ്റ് ഹൌസിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള നൂറുകണക്കിന് US സൈനികർക്കിടയിൽ കടുത്ത നിരാശയും നിസ്സഹായതയും പടരുന്നതായാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്റലിജൻസ് വിഭാഗം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മേഖലയിലുടനീളമുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും അവരെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളാണ് ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈന്യമെന്ന് അവകാശപ്പെടുമ്പോഴും നിരന്തരമായി ഉണ്ടാകുന്ന ഈ അപ്രതീക്ഷിത ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്തത് സൈനികരുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം US സേനയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് നിലനിൽക്കുന്നത്. താവളങ്ങൾ മാറ്റുന്നതും അസ്ഥിരമായ സുരക്ഷാ സാഹചര്യങ്ങളും സൈനികരെ മാനസികമായി തളർത്തുന്നു. ഏത് നിമിഷവും ആകാശത്ത് നിന്ന് ഒരു ഡ്രോൺ ആക്രമണമോ മിസൈൽ വർഷമോ ഉണ്ടായേക്കാമെന്ന ഭീതിയിൽ കഴിയേണ്ടി വരുന്നത് സൈനികരുടെ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കുന്നു. കാലങ്ങളായി മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് എന്ന ചോദ്യം സൈനികർക്കിടയിൽ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നൂറുകണക്കിന് സൈനികർ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇത് വെറുമൊരു പ്രചാരണമല്ല, മറിച്ച് നിലവിലെ സൈനിക സാഹചര്യങ്ങളുടെ പ്രതിഫലനമാണെന്നാണ് ഇറാന്റെ നിഗമനം. ഹോർമുസ് കടലിടുക്കിലും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം എത്രത്തോളം ഫലപ്രദമാണെന്ന കാര്യത്തിലും ഇപ്പോൾ വലിയ സംശയങ്ങൾ ഉയരുന്നുണ്ട്. 20 ലക്ഷം ബാരൽ എണ്ണയുമായി ഇറാന്റെ സൂപ്പർ ടാങ്കർ US ഉപരോധം തകർത്ത് മുന്നേറിയത് ഈ പരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഉപരോധം ലംഘിക്കപ്പെടുമ്പോൾ അത് അമേരിക്കൻ സൈന്യത്തിന്റെ അധികാരത്തിന് മേലുള്ള കനത്ത പ്രഹരമായി മാറുന്നു. സ്വന്തം കണ്ണിന് മുന്നിലൂടെ ശത്രു രാജ്യത്തിന്റെ കപ്പലുകൾ കടന്നു പോകുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൈനികരിൽ അപകർഷതാബോധമുണ്ടാക്കുന്നു. ഈ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് അമേരിക്ക പെട്ടെന്നുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കും സമാധാന നീക്കങ്ങൾക്കും തയ്യാറാകുന്നതെന്ന വാദവും ശക്തമാണ്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾക്കിടെ ഇറാൻ ഉന്നയിച്ച $270 ബില്യൺ യുദ്ധനഷ്ടപരിഹാര ആവശ്യം അമേരിക്കയെ സാമ്പത്തികമായും നയതന്ത്രപരമായും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. ഒരു വശത്ത് സൈന്യത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും മറുവശത്ത് ഇറാന്റെ കടുത്ത നിലപാടുകളും ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ അറബ് സഖ്യകക്ഷികളും ഈ മാറ്റത്തിൽ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. US സൈന്യം മേഖലയിൽ നിന്ന് പിൻവാങ്ങുകയോ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ ശേഷി കുറയുകയോ ചെയ്താൽ അത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കും. ഈസ്റ്റിലെ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ സൈനികർക്ക് ആത്മവിശ്വാസം നൽകേണ്ടത് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയാണ്. മിഡിൽ ഈസ്റ്റിലെ കളി നിയമങ്ങൾ മാറുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളെക്കാൾ ഉപരിയായി മാനസികമായ കരുത്തും തന്ത്രപരമായ നീക്കങ്ങളുമാണ് യുദ്ധകളത്തിൽ നിർണായകമാക്കുന്നത് എന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന വില കുറഞ്ഞതും എന്നാൽ ഫലപ്രദവുമായ ആക്രമണങ്ങൾ അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്നു. ഈ സൈനിക സമ്മർദ്ദം തുടരുകയാണെങ്കിൽ വരും മാസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ US സേനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ കൂട്ടരാജ്യ വാർത്തകൾ മേഖലയിലെ ഒരു പുതിയ രാഷ്ട്രീയ ക്രമത്തിന്റെ തുടക്കമായിരിക്കാം.